തെരുവുനായ ശല്യത്തെ തുടർന്ന് സ്കൂൾ അടച്ചിട്ട സാഹചര്യം വിലയിരുത്തുന്നതിനായി ചേർന്ന ചൂണ്ടൽ ഭരണസമിതി യോഗത്തിൽ നിന്നും പ്രതിപക്ഷം ഇറങ്ങിപ്പോയി. പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഏകാധിപത്യ നിലപാടിൽ പ്രതിഷേധിച്ചാണ് UDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തി വോക്കൌട്ട് നടത്തിയത്. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ചൂണ്ടൽ ഗവൺമെന്റ് UP സ്കൂളിലെ 7ാം ക്ലാസ് വിദ്യാർത്ഥിയെ തെരുവുനായ ആക്രമിച്ചത്. കുട്ടിയെ ആക്രമിച്ച നായ പിന്നീട് ചാവുകയും ഇതിനെ പോസ്റ്റ്മോർട്ടം നടത്തിയതിൽ പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ശനിയാഴ്ച പ്രസവിച്ച പട്ടി കുഞ്ഞുങ്ങളുമായി സ്കൂളങ്കണത്തിൽ ഇടം പിടിക്കുകയും ചെയ്തിരുന്നു. തെരുവുനായ ഭീതി നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ വിദ്യാലയത്തിന് തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ അവധി നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്തിൽ അടിയന്തര ഭരണസമിതി യോഗം ചേർന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് സിനി പ്രസാദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ജിഷ സുനിൽകുമാർ, സ്ഥിരം സമിതി അധ്യക്ഷരായ ശൈലജ പുഷ്പാകരൻ, സച്ചിൻ പ്രകാശ്, അംഗങ്ങളായ TO സെബി, KL പോൾസൺ, അനീഷ് ആന്റണി, സെക്രട്ടറി MC മാറ്റ്ലി എന്നിവർ സംസാരിച്ചു. സ്കൂൾ അടച്ചിടേണ്ട സാഹചര്യമുണ്ടായത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഗുരുതരമായ അനാസ്ഥയും കെടുകാര്യസ്ഥതയും മൂലമാണെന്നാരോപിച്ച് UDF അംഗങ്ങൾ വിയോജിപ്പ് രേഖപ്പെടുത്തിയാണ് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത്. സ്കൂൾ അധികൃതർ നേരത്തെ തന്നെ തെരുവുനായ ശല്യത്തെക്കുറിച്ച് പഞ്ചായത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നിട്ടും സമയബന്ധിതമായ നടപടികൾ സ്വീകരിക്കാത്തതാണ് വിദ്യാർത്ഥികളുടെ സുരക്ഷയെ ഗുരുതരമായി ബാധിച്ചതെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ആരോപിച്ചു. ഇത്രയും ഗുരുതരമായ സംഭവമുണ്ടായിട്ടും പഞ്ചായത്ത് ഭരണസമിതി സമയോചിതമായി ഇടപെട്ടില്ലെന്നും സ്കൂൾ 2 ദിവസം അടച്ച ശേഷമാണ് പഞ്ചായത്ത് പ്രസിഡന്റ് വിഷയത്തിന്റെ ഗൗരവം തിരിച്ചറിഞ്ഞതെന്നും പ്രതിപക്ഷം വിമർശിച്ചു. വിദ്യാർത്ഥികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ പൂർണ്ണ പരാജയമാണ് ഭരണസമിതിക്കുണ്ടായിരിക്കുന്നതെന്നും പ്രതിപക്ഷാംഗങ്ങൾ കുറ്റപ്പെടുത്തി. യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയ അംഗങ്ങൾ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധിച്ചു. തെരുവുനായ ശല്യം സംബന്ധിച്ച് പലതവണ പഞ്ചായത്ത് യോഗങ്ങളിലും പരാതികളിലൂടെയും UDF അംഗങ്ങൾ ആശങ്ക അറിയിച്ചിരുന്നുവെന്നും എന്നാൽ എല്ലാ തവണയും നോക്കാം എന്ന മറുപടി മാത്രമാണ് പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി നേതാവ് TO സെബി പറഞ്ഞു. വിഷയത്തിൽ ഫലപ്രദമായ നടപടികൾ സ്വീകരിക്കുന്നതിൽ പ്രസിഡന്റിന്റെ ഭാഗത്തുനിന്ന് തുടർച്ചയായ അലംഭാവമാണ് ഉണ്ടായതെന്നും സെബി കൂട്ടിച്ചേർത്തു. UDF അംഗങ്ങളായ TO സെബി, KL പോൾസൺ, അനീഷ് ആന്റണി, അനുഷ ഷാഫർ, ജെസി ജോസഫ്, റസിയ അലി, ഷെയ്സ്ന ജിംഷാദ് എന്നിവരാണ് യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോക്ക് നടത്തിയത്.